സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഷാഹിദ് അളവള്ളി. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു കാര്യത്തെക്കുറിച്ചിട്ട് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞാൻ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 13 വർഷത്തോളമായി. ഞങ്ങളൊക്കെ ലാബ് ഫർണിച്ചർ ഫീൽഡുമായി ബന്ധപ്പെട്ടവരാണ്. 13 വർഷത്തോളമായിട്ട് സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈയിടെയായിട്ട് ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായിട്ട്, ഒരു 1.5 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് വലിയ വലിയ കമ്പനികളൊക്കെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ കൊടുത്തിട്ട് സെയിൽസ് സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ എന്തോ എനിക്കതിനോടൊന്നും ഒരു യോജിപ്പ് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് അവരുടെ അനുഭവങ്ങളിൽ നിന്നല്ല അവർ സെയിൽസ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കസ്റ്റമറെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് പറയാം. അവർ പഠിച്ച പുസ്തകങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ കുറച്ച് തിയററ്റിക്കൽ അല്ലെങ്കിൽ കുറച്ച് സൈക്കോളജിക്കൽ അപ്രോച്ചാണ് അവർ പറയുന്നത്. പക്ഷേ റിയൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനൊന്നുമല്ല. ഈ പറഞ്ഞ രീതിയിലൊന്നല്ല ഇവിടെ മാർക്കറ്റിൽ ബിസിനസ് നടക്കുന്നത്. എന്താ പറയുക, 10 രൂപയുടെ പ്രോഡക്റ്റ് 50 രൂപയ്ക്ക് വിൽക്കുന്നവനാണ് യഥാർത്ഥ സെയിൽസ്മാൻ എന്നൊക്കെ പറയുന്നത് അതൊന്നും മാർക്കറ്റിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം ഓരോ കമ്പനികളിലും ടെൻഡർ പ്രോസസ് ആയിരിക്കും. നല്ല നല്ല പ്രൊജക്റ്റുകളും നല്ല ട്രേഡിംഗ് എല്ലാം നടക്കുന്നത് ടെൻഡർ ത്രൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ പ്രൈസ് ഈസ് എ കൺസേൺ. അപ്പോൾ നമ്മൾ 10 രൂപയുടെ സാധനം 50 രൂപയ്ക്ക് വിൽക്കാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ പ്രൈസ് ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസിങ് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പ്രൊജക്റ്റ് വിൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ സാധനം മാർക്കറ്റിൽ നല്ല രീതിയിൽ നമുക്ക് വിറ്റഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ചിലപ്പോൾ ഒരേ പ്രോഡക്റ്റ് തന്നെ മൾട്ടിപ്പിൾ സപ്ലയേഴ്സ് ഡീൽ ചെയ്യുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ പ്രൈസാണ് അവിടുത്തെ കൺസേൺ. അവിടെ എത്ര മാർജിൻ ഇടണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ആ പ്രൊജക്റ്റ് വിൻ ചെയ്യുമ്പോൾ ആ മാർജിനാണ് നമ്മളെ വിജയിയാണോ പരാജിതനാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു കൺസേൺ ആണ്. അപ്പോൾ ഈ സെയിൽസ് സ്റ്റാഫിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ അവർക്ക് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെയിൽസ് സ്റ്റാഫിനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് സെല്ലിംഗ് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. ഒരു സെല്ലിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളെ നിങ്ങൾ സെയിൽസിലിട്ടിട്ട് എന്താ കാര്യം? അവനെ പിന്നെ നിങ്ങൾ സെയിൽസ് പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി എ ബിഗ് ഫെയിലിയർ. യാതൊരു സംശയവും വേണ്ട. ഓക്കെ, ഒന്നാമത് അത് ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് സമയമെടുത്ത് നടപ്പിലാവുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ സെയിൽസ് സ്റ്റാഫിന് നിങ്ങൾ കൊടുക്കേണ്ടത് ഇതുപോലത്തെ മോട്ടിവേഷണൽ ക്ലാസ്സുകളല്ല. നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത് പ്രോഡക്റ്റ് നോളജാണ്. ചിലപ്പോൾ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഫെസിലിറ്റിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റുകളായിരിക്കാം. നിങ്ങൾ അവർക്ക് നല്ല പ്രോഡക്റ്റ് നോളജ് ഉണ്ടാക്കി കൊടുക്കുക. എന്താണ് ആ പ്രോഡക്റ്റ്, അതിൻ്റെ A to Z നിങ്ങൾ അവരെ പഠിപ്പിക്കുക. അപ്പോൾ അവർക്ക് കസ്റ്റമറായിട്ട് സംസാരിക്കുമ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് വളരെ കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ പറ്റും. അത് തന്നെയാണ് ആ പ്രോഡക്റ്റിന്റെ വിജയം. ആ പ്രോഡക്റ്റിനെ അത്രയും സിൻസിയറായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമ്പോൾ ആ കസ്റ്റമർ ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ തയ്യാറാവും. അതൊരു പ്രീമിയം പ്രോഡക്റ്റാക്കി സെല് ചെയ്യാനും പറ്റും. മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ കൂടി നമുക്കൊരു 5%, 10% അത്രയ്ക്ക് മാക്സിമം നമുക്ക് കൂട്ടി വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ആരും തരില്ല. ഒരു 5%, 10% കൂടുതലാണെങ്കിലും ചില കമ്പനികൾ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് നമ്മുടെ സർവീസും കൂടി കണ്ടുകൊണ്ട്, ആഫ്റ്റർ സെയിൽസ് സർവീസ് നന്നായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് സർവീസ് നന്നായിരിക്കണം. ചില പ്രോഡക്റ്റുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സപ്പോർട്ട് സർവീസും കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അതിൻ്റെ കൂടെ വേണ്ട ഇലക്ട്രിക്കൽ കേബിളിങ്ങിന് വേണ്ട റിക്വയർമെൻറ്റ്സ്, അതിന് വേണ്ട ഗൈഡൻസ്, ഇതെല്ലാം നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ്, ചിലപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സപ്പോർട്ടുകൾ, ഇതൊക്കെ കൂടി വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു കസ്റ്റമറെ കിട്ടുന്നതും ഒരു കസ്റ്റമർക്ക് നല്ലൊരു സപ്ലയറെ കിട്ടുന്നതും. അവിടെയാണ് നമ്മൾ റിപ്പീറ്റഡ് ബിസിനസ് വരുന്നത്. അവിടെയാണ് നമുക്ക് കമ്പനിയുടെ വോളിയം കൂട്ടാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ സെയിൽസ് സ്റ്റാഫിന് നല്ല പ്രോഡക്റ്റ് നോളജ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സൊക്കെ താനേ വളർന്നോളും. ഒരു മോട്ടിവേഷൻ സ്പീക്കിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്. എൻ്റെ 13 വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കേട്ടോ, അല്ലാതെ തിയറി വായിച്ചിട്ട് പറയുന്നതല്ല. ഓക്കെ, താങ്ക് യു.